റഹ്മാൻ ഒരുപാട് ടേക്ക് പോകുന്ന ഒരു ഡയറക്ടറാണ്. അവൻ തൃപ്തിയാവുന്നവരെ അവൻ പോവും. ആ ഏരിയയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ലുക്കും നസ്ലിനൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്, ഇപ്പോൾ എടുക്കും എൻ്റെ 6 പാക്കിൻ്റെ ഷോട്ട് ഇപ്പോൾ എടുക്കും. നസ്ലിനൊക്കെ എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുകയും ചെയ്യും. ഈ ഡിസ്ട്രിക്റ്റിൻ്റെ മത്സരം നടക്കുന്ന സമയത്ത് റഹ്മാൻ അറിയാം, റഹ്മാന്റെ വെയിറ്റ് ക്ലാസ്സിൽ ഷാനു മാത്രമേ ഉള്ളൂ. റഹ്മാൻ പിടിച്ച് ആ ചെക്കനെ ഇടിച്ചു. സ്റ്റേറ്റില് എവറിത്തിങ് വെൻ റിയലി ബാഡ്. നസ്ലിനെ കിട്ടിയ ഇടിയൊക്കെ അവന് കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി ഹി വാസ് പ്രിറ്റി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ബോക്സിംഗ്. ബ്രോ അത് കാണുമ്പോൾ എങ്ങനെയായിരിക്കും, ഈ ക്യാമറ എങ്ങനെയാ പോയി അതായിരിക്കും മനസ്സിൽ വരിക? അറിയാതെ വരൂടാ. മേ ബി ഐ മിസ് ലൈക്ക് couple of seconds from the cinema. I'll be thinking about the movements. തല്ലുമാലയ്ക്ക് ശേഷം എല്ലാ ആളുകളും ഉറ്റുനോക്കുന്നത് ഒരു ആക്ഷൻ സിനിമാറ്റോഗ്രാഫർ. അതൊരു ബാഗേജ് ആയിട്ട് പിന്നെ മാറിയോ? ആക്ച്വലി ബാധ്യത, എസ്പെഷ്യലി തെലുങ്കിൽ നിന്ന് ഒരുപാട് ബിഗ് കോൾസ് വന്നായിരുന്നു. ഞാൻ അത് പോയി അവരെയൊക്കെ അറ്റൻഡ് ചെയ്തു. യു വോണ്ട് ബിലീവ്, തെലുങ്കിൽ നിന്നൊക്കെ ക്ലൈമാക്സ് ഫൈറ്റ് മാത്രം ഷൂട്ട് ചെയ്യാൻ വിളിക്കുകയാണ്. മൂസിൻ്റെ ഉത്തരം ഉണ്ടായിരുന്നു, വളരെ ഇതിൽ വേറെ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. ഇൻസ്റ്റാഗ്രാം ആപ്പ് എടുത്തിട്ട് നമ്മൾ ചുമ്മാ സെർച്ച് ബട്ടണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ എങ്ങനെ ഇരിക്കുമോ അങ്ങനെ ഇരിക്കണം. പല മേക്കേഴ്സുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴും, ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിലും കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിലും, ഇപ്പം എന്നെ വിളിക്കുന്നത് ആക്ഷൻ പടം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റഹ്മാൻ ആർട്ടിസ്റ്റുമായിട്ട് റഹ്മാൻ ഇൻട്രാക്ട് ചെയ്യുന്ന കാണാൻ ചന്തമാണ്. നമുക്കത് സീൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു മൊമെൻ്റാണ്. ഞാൻ അതിനെ ദൂരത്തുനിന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് സന്തോഷം തോന്നി. മമ്മൂക്ക ആയതുകൊണ്ട് പുള്ളി പാതി പറഞ്ഞ് ബാക്കി സ്റ്റാർ നോക്കിക്കോളും എന്ന് പറയുന്ന പോലെയല്ല. ഹി മേക്ക് ഷുവർ ഹി ഡസ് ഹിസ് ജോബ്. ദിലീഷ് പോത്തനൊക്കെ ടൈപ്പ് പ്രകൃതി ഞാൻ പ്രകൃതി പടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. ലൈഫുള്ള ഫ്രെയിംസ് കൊണ്ട് തിയേറ്റർ നിറയ്ക്കുന്ന സിനിമാറ്റോഗ്രാഫർ ജിംഷി ഖാലിദാണ് ചെയ്യുന്നത്. നമസ്കാരം. ലൈഫുള്ള ഫ്രെയിംസ് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ 16 തൊട്ടിട്ട് സിനിമ ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റെ വെള്ളത്തിൽ ഒരുപാട് നല്ല ഷോട്ട്സ് ഉണ്ടെങ്കിലും ആശശരത്ത് പൂച്ചയ്ക്ക് ഇങ്ങനെ മീനിട്ട് കൊടുത്താൽ പൂച്ചയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു ഷോട്ടുണ്ട്. അതിനും വല്ലാത്തൊരു ലൈഫുണ്ട്. അത് നമുക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. താങ്ക് യു സോ മച്ച്. ജിംഷി എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാധാരണ ആളുകളുടെ മനസ്സിലേക്കൊക്കെ വരും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷോട്ട്സ്, അങ്ങനത്തെ സിനിമകൾ. ഇപ്പം തല്ലുമാല റിഗ് ഉണ്ടാക്കുന്നു, പവറിൽ മറ്റേ 2 കാർ ചേസിങ് സീക്വൻസുകൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒക്കെ ഇടയിൽ ഇപ്പോൾ ഒരു നല്ല പാട്ടിൻ്റെ ഇടയിൽ ഇൻ്റർവ്യൂടെ ഒക്കെ വരുന്ന പോലെ ലൈഫുള്ള ഇങ്ങനത്തെ ചില സീക്വൻസുകൾ വരും. ഇപ്പോൾ തല്ലുമാലയിൽ അച്ഛനും മകനും കൂടി നൈറ്റിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരിക. സോ തോട്ട് ഏറ്റവും അധികം പോകുന്നത് ഏതിലാ? ഈ പറയുന്ന സാധാരണ ഫ്രെയിമിലേക്കാണോ കോംപ്ലിക്കേറ്റഡ് ഫ്രെയിമിലേക്കാണോ? ചില സീൻസും ചില സിറ്റുവേഷൻസും ചില സ്ക്രിപ്റ്റും ഡിമാൻഡ് ചെയ്യുന്ന ഏരിയയിലാണ് ഈ കോംപ്ലിക്കേറ്റഡ് ഷോട്ട്സ് വരിക. നമ്മൾ ഒരു കോംപ്ലിക്കേറ്റഡ് ഷോട്ട് എടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടൊരു ഷോട്ട് വെക്കുന്നതല്ല. ചില മൊമെന്റ്സ് ചില ഏരിയാസ് ഡിമാൻഡ് ചെയ്യും, അവിടെ അങ്ങനത്തെ ഒരു ഷോട്ട് വേണം, ഒരു മൂവ്മെന്റ്. ഞാനിപ്പോൾ പല മേക്കേഴ്സുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴും, ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിലും കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിലും, ഇപ്പം എന്നെ വിളിക്കുന്നത് ആക്ഷൻ പടം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനീഷ്യൽ ഡിസ്കഷൻസിലൊക്കെ they wanted to use some fancy equipments, robotic arms and everything. അപ്പോൾ നമ്മളൊരു സീൻ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ എന്നോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന പെർട്ടിക്കുലർ സീൻ നമുക്ക് ഇന്ന സാധനം വെച്ചെടുക്കാം. They wanted it like that. അങ്ങനെയും സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തല്ലുമാല പോലുള്ള അതിൽ കാണുന്ന ഒരുപാട് ഷോട്ടുകൾ, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നിക്കുന്ന ഒരുപാട് ഷോട്ടുകൾ, അതിൻ്റെ ഡിമാൻഡ് എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും ഇതിൻ്റെ വാട്ട് കൈൻഡ് ഓഫ് എ സ്റ്റൈൽ യു ഷുഡ് അഡോപ്റ്റ് ടു ടെൽ ദ സ്റ്റോറി. അതും കഴിഞ്ഞതിന് ശേഷം നമ്മളിലുണ്ടായിരുന്ന ഒരു ഡിസ്കഷനാണ്, ഞാനായാലും റഹ്മാനായാലും മൂസിനായാലും നമ്മൾ തമ്മിൽ ചോദിച്ചത്, ഇതെങ്ങനെ ഇരിക്കണം, ഹൗ ഇറ്റ് ഷുഡ് ഫീൽ, നോട്ട് ലുക്ക്. അതിൻ്റെ ലുക്സ് എങ്ങനെ ഇരിക്കണം എന്നല്ല, ഇത് നമ്മൾ പടം കണ്ടു പോകുമ്പോൾ സീൻ ടു സീൻ നമ്മൾ പോകുമ്പോൾ ഇതെങ്ങനെ ഫീൽ ചെയ്യണം അളിയ എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. മൂസിൻ്റെ ഉത്തരം ഉണ്ടായിരുന്നു, അളിയ ഇതിൽ വേറെ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. നമ്മൾ ഒരു ഇൻസ്റ്റാഗ്രാം ആപ്പ് എടുത്തിട്ട് നമ്മൾ ചുമ്മാ സെർച്ച് ബട്ടണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ എങ്ങനെ ഇരിക്കുമോ
അങ്ങനെ ഇരിക്കണം ഇതിൻ്റെ ഫീലും എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. അപ്പം പുള്ളി എഴുതിയ പല സീൻസും മൊമെൻറ്റ്സും ഒക്കെ നമ്മളൊരു ഇൻസ്റ്റഗ്രാം റീല് പോലെ തന്നെ ആക്കാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ അവിടെ ഒരുപാട് നടന്നിട്ടുണ്ട്. അത് ആ പെർട്ടിക്കുലർ സിനിമ ഒരുപാട് സീൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഫിലിം മേക്കേഴ്സും വേറെ സിനിമകളൊക്കെ നമ്മൾ റെഫർ ചെയ്യും, ഡോക്യുമെൻ്ററീസ് ഒക്കെ റെഫർ ചെയ്യാറുണ്ട്. ഞങ്ങൾ ഇൻസ്റ്റഗ്രാം റെഫർ ചെയ്തിട്ടാണ് പടം അതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീല്, സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ, ഞാൻ ഇതിൻ്റെ ആക്ഷൻ സീക്വൻസിനെ അല്ലെങ്കിൽ പാട്ടൊന്നും അല്ല പറയുന്നത്, അതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങിനെ സ്വാധീനിക്കാൻ തരത്തിലുള്ള ഒരു റെഫറൻസ് ഞങ്ങൾക്ക് ബേസിക്കലി കിട്ടിയത് ഇൻസ്റ്റാഗ്രാം റീൽസുകളിൽ നിന്ന് തന്നെയാണ്. കമ്മിങ് ടു ആലപ്പുഴ ജിംഖാന, നമ്മൾ ബോക്സിംഗ് റിങ്ങിനകത്തെ ആക്ഷൻ സീക്വൻസുകൾ ഇതിനു മുമ്പ് ഒരുപാട് കണ്ടിട്ടുണ്ട്. ആൻഡ് ആ കൺവെൻഷനുകളിലൊന്നും അല്ല ആലപ്പുഴ ജിംഖാനയുടെ കൊറിയോഗ്രഫി വരുന്നത്. ഭയങ്കര ബോക്സിംഗ് എന്ന സ്പോർട്ടിനോട് ഭയങ്കര ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന ബോക്സിംഗ് മാച്ചുകളെ പോലെ തന്നെയാണ് ആ ബോക്സിംഗ് മാച്ചുകൾ ഇരിക്കുന്നത്. സിനിമാറ്റിക് ആയിട്ടത് ഷൂട്ട് ചെയ്യണ്ട, ബോക്സിംഗ് സ്പോർട്ടിന്റെ ഒരു മത്സരം പോലെയാണ് ഷൂട്ട് ചെയ്യേണ്ടത്. ആ ക്രിയേറ്റീവ് കോഡ് എങ്ങനെയാണ് വന്നത്? അത് സിനിമാറ്റിക് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡെഫിനറ്റ്ലി അതൊരു ഒരു കംപ്ലീറ്റ് ഡോക്യുമെന്റേഷൻ പോലെ അല്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ മേക്കിംഗ് വീഡിയോസിലൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഇപ്പൊ എനിക്കും റിങ്ങിനകത്ത് കയറി നിന്ന് അവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നത് ആ സിനിമാറ്റിക് അനുഭവം അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതർവൈസ് നമ്മളൊരു 4 ക്യാമറ റിങ്ങിൻ്റെ പുറത്ത് പ്ലേസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ആംഗിൾസിൽ നിന്ന് ഒരു ടെലി ലെൻസ് വെച്ചിട്ട് അത് ഡോക്യുമെന്റ് ചെയ്തെടുക്കുക. എല്ലാം ഒരു ഇഞ്ച് വിടാതെ നമുക്കത് പതിഞ്ഞു കിട്ടും. സിനിമാറ്റിക്കലി നമുക്ക് അതിനെങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഘടനയാണ് നമ്മൾ പലതരത്തിൽ ഷൂട്ടിംഗ് അഡോപ്റ്റ് ചെയ്യേണ്ടി വരുന്നത്, അവരുടെ കൂടെയും അതല്ലാതെയും ഒക്കെ ആയിട്ട്. പക്ഷെ നമ്മളത് ഈ ആക്ഷൻ സെറ്റ് പീസുകൾ പോലെ വരുമല്ലോ ഇതിനകത്ത്. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ഈ എം കുമരനൊക്കെ പോലെയാണുള്ളതാണല്ലോ എനിക്കൊക്കെ ഇൻട്രൊഡക്ഷൻ. അപ്പൊ അങ്ങനത്തെ ഷോർട്സ് ഒന്നും ഇല്ല. ഞങ്ങളതൊക്കെ തിയേറ്ററിൽ പോയി കാണുന്ന ആൾക്കാരാണ്. പിന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, റഹ്മാനും ഞാനൊക്കെ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുണ്ട് എം കുമരൻ, സൺ ഓഫ് മഹാലക്ഷ്മി. രസം പടങ്ങളാണത്. സീരിയസിൽ ഞങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, ബദ്രി ആണല്ലേ? ബദ്രി അതെനിക്ക് തോന്നുന്നു അത് ബദ്രി വിജയ് സാർ. അതിന് മുമ്പ് അവിടെ തെലുങ്ക് പടമാണെന്ന് തോന്നുന്നു. ബദ്രി ഒരു വേറൊരു തെലുങ്ക് പടത്തിന്റെ പവൻ കല്യാണിന്റെ പടത്തിന്റെ റീമേക്ക് ആണ്. ഞാൻ അതെല്ലാം കണ്ടിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ, വാപ്പാടെ ഉമ്മയുടെ കൂടെ ഇത് ഒരു തെലുങ്ക് ഡബ് കൂടെ ഞാൻ ചെറുതിൽ കണ്ടിട്ടുണ്ട്. ചിരഞ്ജീവി ആൻഡ് നഗ്മ ഇവിടെ ഷേണായിസിൽ കിഡ്. അപ്പോൾ അതൊക്കെ ചെറുതിലേ മുതൽ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ പറയുന്ന എല്ലാ സിനിമകളും ഞങ്ങളിലേക്കും കേറ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. വി ഓൾസോ ലൈക്ഡ് ഇറ്റ്. വി ഓൾസോ ഹാഡ് childhood and teenage. We were film buffs. ഇപ്പുറത്ത് നിൽക്കുന്നത് ഞങ്ങൾ വിചാരിച്ചിരുന്നൊരു വിദ്യാധാരണ. ഇപ്പോൾ ഇവിടെയാണത് മാറി കിട്ടിയത്. നിങ്ങളങ്ങനെ ഭയങ്കര ഇൻ്റർനാഷണൽ സ്റ്റഫ് മാത്രം കാണുന്ന അങ്ങനത്തെ ഒരു ബഞ്ച് ഓഫ് ആൾക്കാരായിരിക്കുന്നതായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ കൊമേഴ്ഷ്യൽ പടങ്ങളൊക്കെ കണ്ടിരുന്നു. അതിൽ നിന്ന് എന്താ പറയുക, ഇൻസ്പിറേഷൻ പോലെ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ എല്ലാം കാണുമായിരുന്നു, എല്ലാം വോട്ടെവർ റിലീസസ്, എന്ത് സാധനം വെളിയിൽ വന്നാലും നമ്മളത് കാണുമായിരുന്നു. പിന്നീട് അത് കുറച്ച് ലിമിറ്റ് ചെയ്യാൻ തുടങ്ങി. ചിലത് നമ്മൾ എന്തിനാണ് ഇനി അത് കാണണം, അതിൽ നിന്ന് എന്ത് കിട്ടാനാ എന്ന് പറയുന്ന ഒരു കാര്യം. പക്ഷേ ആ മെൻറ്റാലിറ്റി മാറ്റിയത് എനിക്ക് തോന്നണം അമ്പുക്കായിരിക്കും, റഷീദായിരിക്കും. പുള്ളി എല്ലാ സിനിമയും കാണും, ഹിന്ദി, തമിഴ്, അത് റിലീസാകുന്ന വോട്ടെവർ കണ്ടന്റ് യു റിലീസ് ഹിൽ വാച്ച് ഇറ്റ്. മോസ്റ്റ്ലി അത് ഫസ്റ്റ് ഡേ തന്നെ പുള്ളി കാണും. അത് നമ്മുടെ നാട്ടിലെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിൽ നിന്ന് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അത് ഫോറിൻ കണ്ടന്റുകളും കാണും. പുള്ളിയുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് ആ സർക്കിളിൽ, ഇൻ്റർനാഷണൽ ഫിലിംസിൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ എങ്കിൽ പോലും പുള്ളിയുടെ സിനിമ കേറ്റർ ചെയ്യുന്നത് ഈ നാട്ടിലാണ്. ഇവിടെ എന്താണ് വിറ്റുപോകുന്നത് അല്ലെങ്കിൽ ആളുകൾ എൻജോയ് ചെയ്യുന്നതും എന്നും കൂടെ അറിയണ്ടേ. ഇപ്പം നിങ്ങൾ ഈ പൾസ് എന്ന് പറയുന്ന സാധനം അതും അറിയണമല്ലോ. അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന് വേണ്ടിയും കൂടി ആവാം, ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന് വേണ്ടിയും കൂടി ആവാം പുള്ളി അത് കാണുന്നത്. ഞാനും ഇപ്പോൾ കാണാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ സമയം കിട്ടുന്നത് പോലെ നാട്ടിലെ കണ്ടന്റൊക്കെ കാണും. ഇപ്പോഴും കാണുന്ന കണ്ടന്റിൽ നിന്ന് സിനിമാറ്റോഗ്രാഫർ എന്നുള്ള രീതിയിൽ എനിക്ക് എന്ത് കിട്ടും അങ്ങനത്തെ ചോയ്സ് ഉണ്ട്. അങ്ങനെ ഐ എം നോട്ട് പ്രൗഡ് അബൌട്ട് ദാറ്റ്. ഇപ്പോൾ ഒരു പടം കാണുമ്പോൾ അങ്ങനെ ആയി പോകുന്നുണ്ട്. മെറ്റീരിയൽ ആയിട്ട് മാത്രം ഇതിനെ കാണാൻ തുടങ്ങി എന്നുള്ളതാണ്. മറ്റേത് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാൻ ഇന്ന് ചിരിക്കുന്ന
തമാശകൾക്ക്, അല്ലെങ്കിൽ ഞാൻ പണ്ട് ചിരിച്ചിരുന്ന തരത്തിലുള്ള തമാശകൾ ഇപ്പം കേൾക്കുമ്പോൾ അതേപോലുള്ള സാധനം കേൾക്കുമ്പോൾ ചിരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ തമാശ അല്ലെങ്കിൽ പോലും വാട്ട് എവർ ദ തിങ് ഈസ്, എനിക്ക് അതിനോട് റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതൊരു ടൈം ആവാം, അതും കടന്നു പോകുമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അതിനൊരു മെറ്റീരിയലായിട്ട് മാത്രം കാണാൻ തുടങ്ങി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞോടിയാ നമ്മുടെ റെഫറൻസ് അതാണ്, അല്ലെങ്കിൽ ഇന്ന സാധനം ഒന്ന് കണ്ടു നോക്കൂ നമുക്ക്, അല്ലെങ്കിൽ ഞാൻ എൻ്റേതായ എന്തെങ്കിലും കണ്ടന്റിന്റെ റെഫറൻസിന് വേണ്ടി മാത്രം കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഭയങ്കര പോപ്പുലറായിട്ട് ഒരു സിനിമാറ്റോഗ്രാഫിനെ പറ്റി സംസാരിക്കുന്ന ഒരു സിനിമ വരികയാണെങ്കിൽ ഫോർ 1917 ഓസ്കാർ കിട്ടിയ പടം, സിംഗിൾ ഷോട്ട്. അപ്പൊ നമ്മൾക്ക് ഡീക്കിൻസ്, അപ്പൊ നമ്മളിപ്പോ ആ പടം നോക്കുക അവരുടെ ഒരു ഇമോഷണൽ ജേർണി എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ പടം കാണുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ആ ജേർണി എൻഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെ ഒരു ലോങ്ങിങ്. ബ്രോ അത് കാണുമ്പോൾ എങ്ങനെയായിരിക്കും ഈ ക്യാമറ എങ്ങനെയാ പോയി അതായിരിക്കും മനസ്സിൽ വരിക? അറിയാതെ വരൂടാ. നമ്മളതിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പോലും ഒരു പോയിന്റിൽ ക്യാമറ ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി പറഞ്ഞിങ്ങനെ വന്ന് വേറൊരിടത്തേക്ക് എത്തും. യെസ്, നമ്മൾ ആ മൊമെന്റിലായിരിക്കും. പക്ഷെ ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എനിക്ക് തോന്നുന്നത് ഇതെങ്ങനെ ഇവിടെ എത്തി, ക്യാമറ നേരത്തെ അവിടെ ഇരുന്നല്ലോ, അതെങ്ങനെ അവർ മൂവ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതായിരിക്കും ചിന്ത. മേ ബി ഐ മിസ് ലൈക്ക് കപ്പിൾ ഓഫ് സെക്കൻഡ്സ് ഫ്രോം ദ സിനിമ, ഐ വിൽ ബി തിങ്കിങ് അബൌട്ട് ദ മൂവ്മെന്റ്സ്. അതുണ്ട്. അത് നല്ലതുമല്ല. ഞാൻ ഓവർ തിങ്ക് ചെയ്യണോണ്ടാവാം, ഒരു കാര്യത്തിനെ കുറിച്ച് ഇത്തിരി ഓവർ തിങ്കിങ് ഉള്ളതുകൊണ്ട് അതുകൊണ്ടാവാം അങ്ങനെയൊക്കെ ആയി പോകുന്നത്. ചില കണ്ടന്റുകൾ ഞാൻ ഇരുന്ന് കാണാൻ പറ്റാറുണ്ട്. ഈ ജിംഖാനയിൽ ഇപ്പോൾ സാധാരണ ഇങ്ങനെ കുറച്ച് ലീഡ് ആക്ടേഴ്സ് അവരുടെ ഫിസിക്കൊക്കെ സെറ്റ് ചെയ്യണു, 6 പാക്ക് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ചില സിനിമകളൊക്കെ നോക്കുമ്പോൾ അവരുടെ 6 പാക്ക് റിവീൽ ചെയ്യുന്നൊരു ഭയങ്കര ഷോട്ടൊക്കെ ഉണ്ടാവും, ഒരു ഷോ പീസ് പോലെ ഒരു ഷോട്ട് ഉണ്ടാവും. ജിംഖാനയിൽ അതില്ല. പറയും. അതെന്താ, അത് ബോധപൂർവ്വം അങ്ങനെ ചെയ്യുന്നതാണ്? വളരെ ബോധപൂർവം അത് ഒഴിവാക്കിയതാണ്. അത് ഞാനല്ല അത് ബോധപൂർവം ഒഴിവാക്കിയത്, അതിൻ്റെ ഡയറക്ടറാണ് അത് ബോധപൂർവം ഒഴിവാക്കിയത്. നമ്മൾ ട്രെയിനിങ് സോങ് ഉണ്ടല്ലോ ഇതിനകത്ത്, ഇവർ ട്രെയിനിങ്ങിൻ്റെ ഒരു ടൈമിലൂടെ കടന്നു പോകുന്ന ഒരു സമയമുണ്ട്, അതൊരു സോങ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുമുണ്ട്. ആ ഏരിയയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ലുക്കും നസ്ലിനൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്, ഇപ്പോൾ എടുക്കും എൻ്റെ 6 പാക്കിൻ്റെ ഷോട്ട്, ഇപ്പം എടുക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഇവർക്കുണ്ട്. എന്നിട്ട് നസ്ലിനൊക്കെ എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുകയും ചെയ്യിക്കാ എപ്പോഴാണ് എൻ്റെ ഷോട്ട് 6 പാക്ക്, നമ്മൾ എടുക്കാടാ പറയും. പിന്നെ റഹ്മാനാണെങ്കിലും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 6 പാക്കിൻ്റെ ഷോട്ട് എടുക്കാം എന്നൊക്കെ പറഞ്ഞവന്മാർ എന്നെ നിർത്തും. പക്ഷെ റഹ്മാൻ തന്നെ പറഞ്ഞത് വേണ്ട, നമുക്ക് മസിൽ കാണിക്കാന്നുള്ളതല്ല. ബേസിക്കലി അവരങ്ങനത്തെ ഒരു ശരീരവും ആയിരുന്നില്ല, അവര് മറ്റേ ഫൈറ്റ് ഫിറ്റ് ആയിരുന്നു. അവര് മറ്റേ ലിഫ്റ്റ് ചെയ്ത് ബോഡി ബിൽഡ് വാട്ടർ കട്ട് ചെയ്ത് ഇങ്ങനെ റിപ്ഡ് ആയിട്ട് നിൽക്കുമല്ല അവര്. അത് ഹൗ എ ഫൈറ്റർ ഷുഡ് ലുക്ക് ഇൻ ഹിസ് പ്രൈം. അവരങ്ങനെയാണ് ഇരിക്കുന്നത്, ലീനാണ്. അതായത് ബോക്സറുടെ ഏതൊക്കെ ഏരിയാസിലെ മസിൽസ് ആയിരിക്കും അയാൾക്ക് വോളിയം പെട്ടെന്ന് വരിക, ചില മസിൽസ് അവർ വോളിയം വെപ്പിക്കില്ല. ഫ്ലെക്സിബിലിറ്റി ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവർ മസിൽസ് അവിടെ അധികം പിടിക്കില്ല അവർ. ഇവരുടെയും ബോഡി നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്കത് ബോധപൂർവം തന്നെ ഒഴിവാക്കിയതാണ്. അങ്ങനെ വേണ്ട എന്ന് തന്നെ വെച്ചു, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് തോന്നിയത്. ഞാനും അതിൽ കൺവിൻസ്ഡ് ആയിരുന്നു റഹ്മാൻ പറഞ്ഞതിൽ. ഒരു ബോക്സിംഗ് പടം എന്ന് പറയുമ്പോൾ ബ്ലഡ് ഷെഡൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാം, പക്ഷേ ഇതിലങ്ങനെയൊന്നുമില്ല. അത് ഈ ഫീൽ ഗുഡ് പിള്ളേരുടെ പടമാണ്, അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചിട്ട് ഒഴിവാക്കിയതാണോ? അല്ല, അത് യഥാർത്ഥത്തിൽ ബ്ലഡ് ഷെഡ് നടന്നില്ലായിരുന്നു റിയലി, അതുകൊണ്ട് അതില്ല. ഇറ്റ്സ് എ റിയൽ സ്റ്റോറി. മുമ്പുള്ള ചില ഇന്റർവ്യൂകളിലൊക്കെയും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞിട്ട് ജിംഷിയും റഹ്മാനും ഈ ബോക്സിംഗ് ഒക്കെ അസോസിയേറ്റ് ചെയ്തിട്ട് ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ പോയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. അന്ന് നടന്ന ഇൻസിഡൻസോ അല്ലെങ്കിൽ അന്ന് നടന്ന എന്തെങ്കിലും ഒരു സ്പെസിഫിക് സംഭവം ഇതിനകത്ത് സ്ക്രീൻ പ്ലേ സീൻസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടല്ലോ? ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ സിറ്റുവേഷൻ പറയാൻ ഞാനത് ആണോ ഇല്ലയോ എന്ന് പറയാം. കാർത്തിക് ഫസ്റ്റ് ഇടി കൊണ്ടിട്ട് തരിപ്പാവുന്ന അതെ, സംഭവിച്ചതാണ്. പുള്ളി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ, അതായത് എൻ്റെ ക്ലാസ്മേറ്റാണ്. അത് ഈ വലിയ ഷിഫാസ് ചെറിയ ഷിഫാസ് എന്ന് പറയുന്ന 2 പേര് എൻ്റെ ക്ലാസ്സിലാണ്. എൻ്റെ കൂടെ പഠിക്കുന്ന 2 പിള്ളേരാണ്, ഈ വലിയ ഷിഫാസും ചെറിയ ഷിഫാസും. റഹ്മാൻ +1 പഠിക്കണം. റഹ്മാൻ ഓൾവേസ് ഹാങ് ഔട്ട് വിത്ത് ദീസ് ബോയ്സ്, +2 ബോയ്സ്. ഇവൻ +2 കൊമേഴ്സിലാണ് വന്ന് ഉച്ചക്ക് ചില്ലിങ്. അങ്ങനെ രൂപപ്പെട്ടൊരു ഫ്രണ്ട്ഷിപ്പും നമ്മളുടെ ഒരു പൊട്ട ബുദ്ധിയിൽ തോന്നിയ ഒരു ഐഡിയയുടെ പുറത്ത് നമ്മൾ തൃശ്ശൂർ ഇങ്ങനെ ഒരു കോമ്പറ്റീഷന്, സ്റ്റേറ്റ് കോമ്പറ്റീഷന് പോയായിരുന്നു ഡിസ്ട്രിക്ട് കഴിഞ്ഞിട്ട്. ഈ ഷാനു എന്ന് പറയുന്ന കഥാപാത്രം അതും എൻ്റെ ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിക്കുന്നതാണ്.
ഓക്കെ ഓക്കെ. ഈ ഡിസ്ട്രിക്റ്റിൻ്റെ മത്സരം നടക്കുന്ന സമയത്ത് റഹ്മാൻ അറിയാം, റഹ്മാൻ്റെ വെയിറ്റ് ക്ലാസ്സിൽ ഷാനു മാത്രമേ ഉള്ളൂ എന്നുള്ളത് റഹ്മാൻ അറിയാം. റഹ്മാൻ വന്ന് പറയുകയും ചെയ്തു ഷാനുവിൻ്റെ അടുത്ത്, നീ ഒന്നും പേടിക്കണ്ടാ, 1-2 അത് ചെയ്താൽ മതി, ഞാനും അങ്ങനെ തന്നെ പിടിക്കാം, ബാക്കി നമുക്ക് നോക്കാം എന്നുള്ള മൂഡിലാണ് അവർ ഇറങ്ങിയത്. റഹ്മാൻ പിടിച്ച് ആ ചെക്കനെ ഇടിച്ചു, എൻ്റെ കൂട്ടുകാരനെ റഹ്മാൻ റിങ്ങിലിട്ട് ഇടിച്ചു. റഹ്മാൻ അത് ജയിച്ചിട്ടാണ് റഹ്മാൻ സ്റ്റേറ്റിന് പോണത്. സ്റ്റേറ്റിൽ എവറിത്തിങ് വെൻ റിയലി ബാഡ്. ഇടി കിട്ടിയൊരു നസ്ലിനെ കിട്ടി ഇടിയൊക്കെ അവന് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ചക്കയൊക്കെ ജയിക്കുന്ന, അതായത് ബൈ ലക്കൊക്കെ ജയിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ, അതിന് എത്ര റിയൽ ലൈഫ് ഇൻസ്പിറേഷൻ ഉണ്ട് ഇതിൽ? നമ്മുടെ പടത്തിൽ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയല്ല. ഈ എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റേറ്റ് വരെ പോകുന്നതിൻ്റെ ആ ഒരു ജേണി ഉണ്ടല്ലോ, അതാ ഞാൻ പറയുന്നത്. അപ്പൊ അതും നിങ്ങളുടെ റിയൽ ലൈഫിൽ എന്തെങ്കിലും? അതുണ്ട്. ഇത് സ്റ്റേറ്റ് എന്തിനു വേണ്ടി ഇവർ സ്റ്റേറ്റ് ലെവലിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ആ ജില്ലാതല മത്സരം എങ്ങനെ നടന്നു, ഈ ഫ്രണ്ട്സ് എന്താണ് എന്നുള്ളത് അത് റിയൽ സ്റ്റോറിയാണ്. +2 തോറ്റിരിക്കുന്നു, പക്ഷെ സ്പോർട്സ് കോട്ടയിൽ ഇങ്ങനെ ബോക്സിങ്ങിന് ഒരു ഇതുണ്ട്, ഒരു കോട്ടയുണ്ട്, നമുക്ക് അവിടെ +2 തോറ്റിരിക്കുകയാണ് എന്നുള്ളതായിരുന്നില്ല. ബേസിക്കലി റഹ്മാൻ ഇസ് വെരി ഗുഡ് വിത്ത് ദിസ് അക്കാഡമിക്സ്. നല്ല മാർക്കൊക്കെ ഉള്ള ഒരു പയ്യനാ എല്ലാത്തിനും പഠിക്കുന്ന സമയത്തൊക്കെ. എൻ്റെ കേസ് ടോട്ടലി ഓപ്പോസിറ്റ് ആയിരുന്നു, ഭയങ്കര ദാരുണമായിരുന്നു എൻ്റെ അക്കാഡമിക്സ്, ബാഡ് ഇൻ സ്റ്റഡീസ്, അത്രേ ഉള്ളൂ. അതേപോലെ കുറച്ച് കൂട്ടുകാരും എനിക്കുണ്ട്. അപ്പോൾ ഇവന്മാർക്ക് ആർക്കും എന്നെ പോലെ തന്നെ ബുദ്ധിയില്ല, പഠിക്കാനുള്ളൊരു ബുദ്ധിയൊന്നുമില്ല. അവസാനം +2 വരെ ഞങ്ങളെങ്ങനെ തല്ലിക്കൂട്ടി ഒപ്പിച്ചതാണ്. അവിടുന്ന് ഇവ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം, പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്കറിയാം പൊട്ടും. പിന്നെ സ്കൂളിലും അത്ര നല്ല പേരായിരുന്നില്ല, നല്ല പേര് കുരുത്തക്കേട് കാരണം നല്ല പേരായിരുന്നില്ല. ഞങ്ങൾക്ക് ഇന്റേണൽ മാർക്സും ടീച്ചേഴ്സ് തരൂല എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു. അല്ല, അവർ പറയുകയും ചെയ്തു, നീയൊക്കെ വരൂടാ, നീയൊക്കെ സ്റ്റാഫ് റൂമിൻ്റെ മുമ്പിൽ വന്ന് എൻ്റെ കാല് പിടിക്കും, നീ കണ്ടോ. അപ്പോൾ ഞങ്ങൾക്കറിയാം എന്തായാലും കാല് പിടിക്കേണ്ടി വരും. അപ്പോൾ അതിന് മുമ്പ് ഒരു ചെറിയൊരു ട്രൈ നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞ ആളിയാ, ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇടിച്ചു തോപ്പിച്ച് ഗ്രേസ് മാർക്ക് വാങ്ങിക്കാം എന്നുള്ളൊരു വിദ്യാബോധമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇത് ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 30 മാർക്ക് എന്തോ ആണ് കിട്ടുക, തോറ്റാൽ 14-12 മാർക്ക് കിട്ടും പാർട്ടിസിപ്പേഷൻ. അപ്പം ഞാൻ റെസ്ലിങ്ങിനും പേര് കൊടുത്തു. അപ്പം ഞാൻ അവിടുത്തെ റെസ്ലിംഗ്, അപ്പോൾ റെസ്ലിങ്ങിൽ തോറ്റാൽ അതിനൊരു 15 കിട്ടും, ഒരു 15 കൂടെ വേണമല്ലോ. അപ്പം ഞാൻ ആം റെസ്ലിങ്ങിനും കൂടെ കൊടുത്ത്, അതിന് ടോട്ടലി 2നും കൂടെ തോറ്റാൽ 30 മാർക്കായി. എന്നിട്ട് ഞാൻ 2 വിഭാഗത്തിന് കൊടുത്തിട്ട് ഇതൊക്കെയാണ് പ്ലാനിങ്. ഇങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുമ്പോഴാണ് റഹ്മാൻ ആക്ച്വലി ഹി വാസ് പ്രിറ്റി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ബോക്സിങ്. പിന്നെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, ഇതൊക്കെയാണ് മറ്റേ +2 കൊമേഴ്സിലെ പിള്ളേരുടെ പ്ലാനിങ് എന്നൊക്കെ അറിഞ്ഞപ്പോൾ പുള്ളിയും ജോയിൻ ചെയ്ത് പുള്ളി നമ്മുടെ കൂടെ ഓണായി. സ്റ്റേറ്റ് വരെ പുള്ളി എത്തി, പക്ഷെ ഞാൻ ഡിസ്ട്രിക്റ്റിൽ തോറ്റുപോയി. ഞാൻ പറഞ്ഞ പോലെ തന്നെ റെസ്ലിങ്ങിൽ ഞാൻ തോറ്റു. ഇത് ആം റെസ്ലിങ്ങിൽ ജയിച്ചായിരുന്നു. ഞാൻ ഡിസ്ട്രിക്ട് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയില്ല, എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ആവശ്യം നടന്നു, മാർക്ക് കിട്ടി, അതുകൊണ്ട് ഞാൻ ഐ പുൾഡ് ബാക്ക്. ഇപ്പൊ സ്ക്രിപ്റ്റിങ്ങിൽ എത്രത്തോളം ഇൻവോൾവ്ഡ് ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇല്ല, ഞാൻ അത്ര ഇൻവോൾവ് ആയിരുന്നില്ല. കാരണം ഞാൻ ഇൻവോൾവ് ആവേണ്ട കാര്യം ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വലി എന്നെ പോലെ തന്നെ ഈക്വലി ആ സിറ്റുവേഷൻ, ആ മൊമെന്റ് ജീവിച്ചിട്ടുള്ള വ്യക്തിയാണ് റഹ്മാൻ. ആൻഡ് നമ്മുടെ പടത്തിൽ ജോജോന്റെ ലീഡ് ക്യാരക്ടർ എന്ന് പറയുന്ന അതിൻ്റെ ഒരു ആ ക്യാരക്ടറിന്റെ മേക്കിംഗ് എന്ന് പറയുന്നത് ഹി ഹാസ് അഡോപ്റ്റഡ് തിങ്സ് ഫ്രം ഹിസ് ലൈഫ് ഇറ്റ് സെൽഫ്, ലൈക്ക് ഫ്രം ഹിസ് ടീനേജ് ക്യാരക്ടറിന്റെ സ്വഭാവം. എനിക്കും തോന്നി കൂടുതൽ അയാളെ അതിൽ കൺഫ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ എന്താണ് പറയാൻ പോകുന്നത് എന്ന് അയാൾക്ക് ആക്ച്വലി അറിയാം. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അതിൻ്റെ ഇടയിൽ. നെസ്ലിൻ ലവ് ബോയ് ഒക്കെ ആയിട്ടാണ് ആക്ട് ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്പിൾ ക്രഷസ് ഒക്കെ ഉണ്ടാവുന്ന ഒരാൾ അത് അങ്ങനെ പെർഫോം ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ചൈൽഡ്ഹുഡോ ടീനേജ് ഓർമ്മ വന്ന സന്ദർഭങ്ങളുണ്ടോ? എനിക്ക് റഹ്മാനെ പലതവണ ഇങ്ങനെ റിസംബിൾ ചെയ്യായിരുന്നു. ഇപ്പം പെർഫോം ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം റഹ്മാൻ ആർട്ടിസ്റ്റുമായിട്ട് റഹ്മാൻ ഇൻട്രാക്ട് ചെയ്യുന്ന കാണാൻ ചന്തമാണ്. ദ വേ ഹി
interact and explain his stuff to his actors. അത് ഭയങ്കര ചന്തമാണ് അത് കാണാൻ. അത് ഉണ്ട വർക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ ഞാനൊരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ആ പടത്തിൽ ജോയിൻ ചെയ്യുന്നത്. അത് വേറൊരു DP ആയിരുന്നു, പുള്ളിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പുള്ളിയുടെ എന്തോ കാര്യമായിട്ട് അങ്ങനെയാണ് ഞാനത് ചെല്ലുന്നത്. ഞാൻ ചെന്ന് ഫസ്റ്റ് ദിവസം ഇഷ്ടപ്പെടുത്തിയൊരു കാഴ്ച എന്ന് പറയുന്നത് റഹ്മാൻ മമ്മൂക്കാക്ക് സീൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു മൊമെൻ്റാണ്. ഞാൻ അതിനെ ദൂരത്തുനിന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത് ഭയങ്കര രസമാണ്. അപ്പോൾ ഇവൻ കാണിച്ചും കൊടുക്കും നസ്ലിനൊക്കെ ചില ഡൗട്ടൊക്കെ വരുമ്പോഴേക്കും അത് എങ്ങനെ എക്സാക്ട്ലി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല, പക്ഷെ അവനൊരു എക്സാമ്പിൾ അവിടെ കാണിച്ചു കൊടുക്കാനും എല്ലാം ശ്രമിക്കും. അപ്പോൾ പുള്ളി അറിയാതെ തന്നെ പുള്ളി ഒന്ന് അഭിനയിച്ചൊക്കെ അവിടെ പോയി ഇവിടെ പോയി ഇവർക്കൊരു ഇതിന് വേണ്ടിയിട്ട് ഒരു ക്ലിയർ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് അത് കണ്ടിട്ടാണ് ഈ നസ്ലിനൊക്കെ പിക്ക് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് അപ്പോൾ എവിടെയെങ്കിലും അൺകോൺഷ്യസ് ആയിട്ട് ഐ മീൻ അല്ല ഒരു ഷാഡോ അവിടെ വന്നു പോവാം റഹ്മാൻ്റെ. അപ്പം എനിക്കത് റിസംബിൾ ചെയ്യാറുണ്ട് ഇടയ്ക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ലൈഫിലെ സീൻസ് അല്ലേ അവൻ സിനിമയിൽ ആക്കുന്നത്. വേറൊരു പയ്യൻ അവനെ പോലെ തന്നെ ഒരു ഏകദേശം അതുപോലെയൊക്കെ തന്നെ ഇരിക്കുന്ന ഒരു പയ്യൻ പെർഫോം ചെയ്യണം. ആൻഡ് ഇറ്റ് വാസ് ഫൺ. വർക്ക് ചെയ്ത 3 പടങ്ങൾ, അതിൽ 3 കോൺവെർസേഷൻ സീൻസ് ചോദിക്കണം. അപ്പം ഇതെങ്ങനെയായിരിക്കും കാലത്ത് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് ഓർമ്മയുണ്ടെങ്കിൽ പറയണം. ഇപ്പം ബിജു മേനോൻ ചേട്ടൻ അപ്പുറത്ത് കരമന ജനാർദ്ദൻ്റെ മകൻ, അദ്ദേഹമായിട്ട് ഈ അദ്ദേഹത്തിൻ്റെ ലവ് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് പറയുന്ന ഫ്ലാഷ് ബാക്ക് സീൻ പറയുന്നൊരു കാര്യമുണ്ട്. അവിടെ എന്തിനാ എന്നെ കെട്ടിപ്പിടിച്ചത് എനിക്കിപ്പോഴും അറിയില്ല എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ചായക്ക് കുടിച്ച് പറയുന്നൊരു സീനുണ്ട്. അപ്പം അതിന് കാര്യത്തിൽ എങ്ങനെയായിരുന്നു അവരെ ബ്രീഫ് ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? ആ പടം ഒരു ലൈക്ക് 40-something days, 45 close to 50 days എന്തോ ഷൂട്ട് ചെയ്തായിരുന്നു. ആ സീനൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം തുടങ്ങി ഏകദേശം ഒരു മാസമൊക്കെ ആയി. അതുകൊണ്ട് തന്നെ ബിജു ചേട്ടനൊക്കെ വളരെ ത്രൂ ആയി ആ ക്യാരക്ടറിൽ. ബൈ ദ ടൈം പുള്ളി ഇങ്ങനെ ഫൈനായി പുള്ളി അത് പെർഫെക്ഷനിലേക്ക് ഇങ്ങനെ എത്തിക്കുന്നൊരു ലെവലിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിയപ്പോഴേക്കും പുള്ളി വായിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് കിട്ടും. എൻ്റെ റഹ്മാന്റെ പണി അവിടെ കുറഞ്ഞു കിട്ടി. ബട്ട് ഇനീഷ്യലി ഇറ്റ് വാസ് ടഫ്. എന്ന് വെച്ചാൽ റഹ്മാൻ ഒരുപാട് ടേക്ക് പോകുന്ന ഒരു ഡയറക്ടറാണ്. അവൻ തൃപ്തിയാവുന്നവരെ അവൻ പോവും. ചിലപ്പോൾ ഫസ്റ്റ് ഷോട്ട് ആയിരിക്കും യൂസ് ചെയ്യുക, ബട്ട് അത് പുള്ളി അതിനെ വിട്ട് പറഞ്ഞിട്ടില്ല. എന്താണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ്, അല്ലാതെ കൂടുതൽ അങ്ങനെ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. ആ പടത്തിൽ തന്നെ സീനിൽ അങ്ങനെ കോമഡി ആയിട്ടൊന്നും നടക്കുന്നില്ല. ആക്ടേഴ്സ് ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെയാണ് സീനിനെ പെർഫോം ചെയ്യുന്നത്. ഇപ്പം അല്ലി അമ്പൽ കടവിലെന്ന് അരയ്ക്ക് വെള്ളമെന്ന് ബിജു മേനോൻ പാടുന്നത് വളരെ സത്യസന്ധതയായിട്ടാണ്, നല്ല പാട്ടുകാരനാന്നുള്ള രീതിയിലാണ് പാടുന്നത്. അപ്പുറത്ത് മറ്റേ ആസിഫക്കയുടെ ഒരു റിയാക്ഷൻ ഉണ്ട്, അനിയത്തിയുടെ ഒരു റിയാക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആശ്ചര്യത്ത് പറയുന്നുണ്ട് ദാസേട്ടൻ പാടുന്ന പോലെ തന്നെ ഉണ്ട് എന്നുള്ളത്. ആ സീനായിരുന്നു ടീസറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അത് ഷൂട്ട് ചെയ്യുമ്പോൾ അപ്പം അങ്ങനെ മലയാള സിനിമ ആ ടൈപ്പ് ഓഫ് ഹ്യൂമറിലേക്ക് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ 16-ൽ. അത് പക്ഷെ ഭയങ്കര തിയേറ്റർ മൊമെൻ്റായിരുന്നു, ഭയങ്കര ചിരിയായിരുന്നു തിയേറ്ററിൽ. അത് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു പരസ്പരം ഉണ്ടായിരുന്ന കോൺവെർസേഷൻസ് എന്ന് ഓർമ്മയുണ്ടോ? യെസ്, എനിക്ക് ആ സീനൊക്കെ ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതൊക്കെ വെരി ഇനീഷ്യൽ ഡേയ്സ് ആണ്, ഷൂട്ടിൻ്റെ വെരി ഇനീഷ്യൽ ഡേയ്സ് ആണ്. റഹ്മാൻ സ്ട്രഗിൾ ചെയ്യുന്ന ദിവസങ്ങളാണ്. സമയം എടുത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ഇറ്റ്സ് ആൾ അതിൻ്റെ ക്രെഡിറ്റും അവന് തന്നെ കൊടുക്കേണ്ടി വരും. ഹൗ ഷുവർ വി വർ വൈൽ ഡൂയിങ് ദാറ്റ്. യെസ്, ആ സമയത്ത് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഇതേപോലുള്ള സട്ടിൽ കോമഡീസ്, അതായത് റിയാക്ഷൻ ഷോട്ട് വെച്ചിട്ട് ആളെ ചിരിപ്പിക്കുക എന്ന് പറയുന്ന ടൈപ്പ് ഒരു കോമഡി ആയിട്ടൊരു കോമഡി പറയുന്നത് ഞാനായിരിക്കും. പക്ഷെ തൻ്റെ ഫേസ് കാണിക്കുമ്പോഴാണ് അവിടെ ചിരിക്കുക എന്ന് പറയുന്ന ടൈപ്പ് സറ്റിലിറ്റി ഒക്കെ പിടിച്ച് വരുന്ന സമയമാണ്. പക്ഷെ വലിയൊരു മൊമെന്റ് നടന്നു കഴിഞ്ഞു. നമ്മൾ ആ പടമൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ആഷിഖ് കപൂറിനെയൊക്കെ പോലത്തെ ഡയറക്ടേഴ്സ് ഫീൽ ഗുഡ് പടങ്ങളും കാര്യങ്ങളൊക്കെ ഒരു വേറൊരു ഏരിയയിൽ നിന്ന് ഇങ്ങനെ നല്ല രീതിയിൽ അത് പിക്ക് ചെയ്തുകൊണ്ട് വരുന്നൊരു ടൈമായിരുന്നു. അങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നില്ല ഒന്നിലൊരു പേടി, ഇത് വർക്കാവോ ഇല്ലയോ. വി വർ ഷുവർ അബൌട്ട് ഇറ്റ്. സിംപ്ലിസിറ്റിയിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അടുത്തൊരു കോൺവെർസേഷൻ ഉണ്ടെങ്കിൽ മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ തുടങ്ങിയത്, പോലീസ് സ്റ്റേഷനിൽ പോയി എങ്ങനെ അടി ഉണ്ടാക്കി എന്നുള്ള സാധനം ഇപ്പോൾ ഒരുപാട് റീലൊക്കെ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അത് കാണാൻ വേണ്ടി പറ്റും. ആ സമയത്ത് ആ ഷോട്ട് ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കുറച്ചൊരു സ്റ്റോറി ടെല്ലിംഗ് മോഡലാണെന്ന് പറയുമ്പോഴും ഭയങ്കര ഈസി ആയിട്ടാണ് പറയുന്നത്. പുള്ളി അവിടെ ജസ്റ്റ് ഇരുന്ന് എണീറ്റ് പോകുന്ന സമയത്ത് ആ കഥയുടെ അകത്ത് ആ കഥയുടെ ക്ലൈമാക്സ് വരുന്നത്. ആ സമയത്ത് അങ്ങനെ ഒരു ബ്രീഫിംഗ് നടന്നതായിട്ട് അപ്പോൾ ഉണ്ടാവും. റഹ്മാന്റെ ബ്രീഫിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് ബ്രീഫിംഗ്. വലിയ ബ്രീഫിംഗ് ആണ്. പുള്ളി ഒരു പ്ലേ ചെയ്യണ പോലെ തന്നെയാണ് അത് നിന്ന് ബ്രീഫ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മമ്മൂക്ക കാണുന്നുണ്ടെങ്കിലും
ഇപ്പം മമ്മൂക്ക ആയതുകൊണ്ട് പുള്ളി പാതി പറഞ്ഞ് ബാക്കി സ്റ്റാർ നോക്കിക്കോളും എന്ന് പറയുന്ന പോലെയല്ല. ഈ മേക്ക് ഷുവർ ഹീ ഡസ് ഹിസ് ജോബ്. പണിയെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ പുള്ളി ഉറപ്പുവരുത്തും. അതിപ്പോൾ ഉണ്ടായാലും ആ ഒരു യുനോ റെസ്പെക്റ്റ് മമ്മൂക്കാക്കും ഞങ്ങളോടുണ്ടായിരുന്നു. ഞെട്ടിപ്പോയായിരുന്നു ഞാൻ. I was amazed by the respect he had for us, the way he behaved with us, cooperated with us. ഞാൻ ഇപ്പം നിങ്ങളായാലും ഒരു ഇൻ്റർവ്യൂ നമുക്കായിട്ട് എടുക്കാൻ പോകുമ്പോൾ ഓരോരുത്തർ ഒരു ഉള്ളിലൊരു കാന്തലുണ്ടാവുമല്ലോ. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ കേട്ടുള്ള കഥകളും അങ്ങനെ വെച്ചാൽ പുള്ളി ഷോട്ടംപാടാണ്, എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞാൽ ഗെറ്റ് ഔട്ടാണ്. പിന്നെ അനാവശ്യ ഫ്രൂട്ട്ഫുൾ അല്ലാത്ത കാര്യങ്ങളൊന്നും മണ്ടത്തരൊന്നും ചെന്ന് പറയരുതെന്നൊക്കെ ഉള്ള പോലെ ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാൻ. സൂക്ഷിക്കണം. ബട്ട് പുള്ളി എന്നെ കംഫർട്ടബിൾ ആക്കുവാണ് ചെയ്തത്. എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ മുകളിലാണ് അത്. എന്നെ അത്രയും പേടിപ്പിച്ചാണ് എൻ്റെ കൂട്ടുകാരൊക്കെ വിടുന്നത്. ആളിയാ നോക്കിയും കണ്ട് നിന്നോ. എൻ്റെ ഫസ്റ്റ് ഡേ he gave me a very നൈസ് എക്സ്പീരിയൻസ്, വാം എക്സ്പീരിയൻസ്. അതിൽ തന്നെ നമ്മൾ ഫ്ലാറ്റായി. പിന്നെ ഫ്രം ദ സെക്കൻഡ് ഡേ ഇറ്റ് സെൽഫ് ലൈക്ക് ഹി വാസ് മേക്കിംഗ് അസ് കംഫർട്ടബിൾ, നോട്ട് ദി അതർ വേ. അത് പുള്ളിയായിട്ട് വർക്ക് ചെയ്യാന്ന് പറയുന്നത് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ ഇരുന്നുണ്ട്. തല്ലുമാലയ്ക്ക് ശേഷം കിട്ടിയൊരു നാഷണൽ അറ്റൻഷൻ ഉണ്ടല്ലോ എല്ലാ സൈഡിൽ നിന്നും. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലത്തെ മീഡിയകൾ ഉൾപ്പെടെ സംസാരിക്കുന്നു. അവിടുത്തെ ഈ ഫിലിം റിവ്യൂസ് അല്ലെങ്കിൽ ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്ന യൂട്യൂബ് ചാനൽസിലൊക്കെ തല്ലുമാല ഫീച്ചറാവും, അതിലെ ആക്ഷൻ കൊറിയോഗ്രഫി ഫീച്ചറാവും, എഡിറ്റിംഗ് പാറ്റേൺസ് ഫീച്ചറാവുന്നു. തല്ലുമാലയ്ക്ക് ശേഷം ഇപ്പോൾ എല്ലാ ആളുകളും ഉറ്റുനോക്കുന്നത് ഇപ്പോൾ ഒരു ആക്ഷൻ സിനിമാറ്റോഗ്രാഫർ എന്നുള്ള രീതിയിലാണ്. അതൊരു ബാഗേജായിട്ട് പിന്നെ മാറിയോ? ബാധ്യതയായി. ഇപ്പോൾ ആക്ച്വലി ബാധ്യതയായി. പക്ഷേ എന്നെ ഇപ്പം ഒരുവിധപ്പെട്ട എല്ലാവരും ആക്ഷൻ ഫിലിംസിനാണ് വിളിക്കുന്നത്. പിന്നെ യു വോണ്ട് ബിലീവ് അതായത് തെലുങ്കിന്നൊക്കെ ക്ലൈമാക്സ് ഫൈറ്റ് മാത്രം ഷൂട്ട് ചെയ്യാൻ വിളിക്കുകയാണ്. അവർക്കൊരു DP ഉണ്ട്. ദേ ഹാവ് ഓൾ ദി സെറ്റപ്പ്. ബട്ട് ഈ ഫൈറ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അപ്പം ഞാനിത് ചെറിയ മാഫിയ ശശിയായിട്ട് നാട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ചെയ്യുന്നുണ്ടോ എന്നിട്ട് അവർക്ക് വേണ്ടി? നോ, നീ ചെയ്യൂ? ഉറപ്പായിട്ടും ഇല്ല. ഇപ്പൊ വേറൊരു തിയറി ഉണ്ടല്ലോ ബ്രോ, നമ്മളൊരു സക്സസ് എത്തി നിന്നതിന് ശേഷം എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇത് ഞാൻ ഒരു തമാശ പറഞ്ഞാണ് ബാധ്യതയെന്നൊക്കെ. എനിക്ക് ഓൾവേസ് ഞാൻ ഈ ഫീൽ ഗുഡ് സിനിമകളാണല്ലോ ഞാൻ എൻ്റെ കരിയറിന്റെ ബിഗിനിങ്ങിലൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വലിയ വലിയ ക്യാൻവസിലുള്ള സിനിമകളല്ല. ഫീൽ ഗുഡ് എന്നല്ല, വേറെ ഒരു ടേം പറയാമല്ലോ ഇതിനെ. ദിരീഷ് പോത്തൻ്റെ ഒക്കെ ടൈപ്പ് പ്രകൃതി. ഞാൻ പ്രകൃതി പടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ആക്ഷൻ ഫിലിം ചെയ്യണം, വലിയൊരു ക്യാൻവാസിലൊരു പടം ചെയ്യണം, ഒരു സ്പോർട്സ് സിനിമ ചെയ്യണം എന്നെല്ലാം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അത് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഫസ്റ്റത്തെ ആക്ഷൻ ഫിലിം അത്രയും സൂക്ഷിച്ച് ഐ ഗേവ് ഇറ്റ് എവറിത്തിങ്. അങ്ങനെ ഷൂട്ട് ചെയ്തത് അതിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ്. ഇപ്പോഴും ഇഷ്ടമാണ്. ഒരു പോയിന്റ് കഴിഞ്ഞാലേ വൺസ് ഈ കൺവെൻഷനൽ രീതിയിൽ നിന്ന് മാറുന്നില്ലടോ. ആക്ഷൻ ആയാലും എൻഡ് ഓഫ് ദി ഡേ മറ്റേ പൊടി പറക്കലും ഹീറോ നോക്കുന്നു, കണ്ണിൻ്റെ ക്ലോസ് പുള്ളി ഇതാക്കുന്നു, കൈ ചുരുട്ടുന്നു, നമ്മൾ മറ്റേ എയറടിച്ച് പുള്ളി പ്രൊപ്പല്ലർ അതൊക്കെ ചെയ്യുന്നു. സംഭവം ഒക്കെ എനിക്കും കുളിരൊക്കെ വരും തിയേറ്ററിലിരിക്കുമ്പോൾ. പക്ഷേ എനിക്കിപ്പോൾ 38 വയസ്സുണ്ട്. ഞാൻ എൻ്റെ ടീനേജിലല്ലേ, ഞാൻ എൻ്റെ 15-ാം വയസ്സിൽ കണ്ട് കൈയടിച്ച് ഒച്ചയെടുക്കുന്ന, തിയേറ്ററിൽ കിടന്ന് ഒച്ചയെടുക്കുന്ന ടൈപ്പ് മാസ് ഷോട്ടുകളും സീൻസുമാണത്. ആഫ്റ്റർ 20 years സ്റ്റിൽ എനിക്കത് ബോറടിച്ച് തുടങ്ങി. എനിക്കത് അരോചകമായി തുടങ്ങി. ഇപ്പോഴും ആളുകൾക്ക് അത് ഇഷ്ടമാണോ? സത്യം, ഐ റിയലി ഡൗട്ട്. അത് ആക്ഷൻ ഇഷ്ടമാണോ മാസ് ഇഷ്ടമാണോ എന്നല്ല, സെയിം ഡിഷ്, ആ സെയിം ഫോമുല അതിപ്പോഴും ആളുകൾ എങ്ങനെ ഡൈജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആക്ഷൻ ആണെങ്കിൽ പോലും അങ്ങനെ വളരെ കൺവെൻഷനൽ ടൈപ്പ് ഒരു മാസ് ഒരു പടമാണെങ്കിൽ എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. താൻ പറഞ്ഞ പോലെ തല്ലുമാലയ്ക്ക് ശേഷം എസ്പെഷ്യലി തെലുങ്കിൽ നിന്ന് ഒരുപാട് ബിഗ് കോൾസ് വന്നായിരുന്നു. ഞാൻ അത് പോയി അവരെയൊക്കെ അറ്റൻഡ് ചെയ്തു.
പല സ്ക്രിപ്റ്റും കേട്ടു, പലതും ചെയ്യാമെന്ന് തീരുമാനിച്ചതുമാണ്. പക്ഷേ സംഭവം നടന്നില്ല, അല്ലെങ്കിൽ ഞാൻ തന്നെ വേണ്ടാന്ന് വെച്ചതാണ്. ഈ സക്സസ് കിട്ടിക്കഴിഞ്ഞിട്ടേ പിന്നെ നമ്മൾ എടുക്കുന്ന ചോയ്സസ് വളരെ മാറ്റർ ചെയ്യുമല്ലോ. തല്ലുമാല പോലെ ഒരു സക്സസ് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ വലിയൊരു ഡയറക്ടറൊക്കെയാണ് വരിക എന്നൊക്കെ വിചാരിക്കുക. സേ ഇപ്പം ഇൻ സ്കെയിൽസ് ഓഫ് ഇപ്പം രാജമൗലിയോ ഒക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ അവരുടെ ഓഫർ ടേക്ക് ഡൗൺ ചെയ്യാൻ അതിനൊരു ഒരു ബലം വേണ്ട ഉള്ളില്. ഈ നേരത്തെ പറഞ്ഞ ഒരുപാട് കഥ കേട്ടിട്ടുണ്ട്, ഒരുപാട് പ്രൊഡക്ഷനെ മീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞതിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് രാജമൗലിയുടെ പ്രൊഡക്ഷൻ കമ്പനി. പുള്ളിയുടെ തന്നെ ഡയറക്ടേഴ്സ് പാനലുണ്ട് പുള്ളിക്ക്. ഹി ഹാസ് എ പാനൽ ഓഫ് ഡയറക്ടേഴ്സ്. അതിലൊരാളുടെ പടമാണ്. ആൻഡ് ഈ പുള്ളിയുടെ പ്രൊഡക്ഷൻ തന്നെയാണ് അത് ചെയ്യുന്നത്. പുള്ളി ഡയറക്ടർ എന്നിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. ഞാൻ അവിടെ കണ്ട് ചെന്ന് സ്റ്റോറി കേട്ട് എല്ലാം തീരുമാനമായതാണ്. ഫഹദ് ഫാസിലായിരുന്നു ആ പടത്തിലെ ഹീറോ. അതൊരു ഫാന്റസി സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ അതും ആ സമയത്ത് ത്രൂ ആയില്ല. ഫഹദുമായിട്ടും ഞാൻ സംസാരിച്ചതാണ് ഈ കേസ്. മീൻ ആ സമയത്ത് ഞാനവിടെ ഈ പടത്തിൻ്റെ കഥ കേട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഫഹദ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ ചെയ്യുന്നുണ്ടോ, എങ്ങനെ കേട്ടിട്ട് എന്ത് തോന്നി എന്നൊക്കെ അറിയിച്ചു. പക്ഷേ ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. അങ്ങനെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ വേണ്ടാന്ന് വെക്കുന്ന കാര്യം നോ പറയാ, അത് പറയേണ്ടി വരും. അത് യു ലുക്ക് ഫോർ ദ ലോങ് റൺ. ഞാൻ അത്രേ ചിന്തിച്ചിട്ടുള്ളൂ. രണ്ട് ബ്രദേഴ്സ് കൂടി സിനിമ ഉണ്ടാക്കുമ്പോഴുള്ള ദോഷവും ഗുണം എന്താ? ഗുണം എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ. അതിന്റെ ദോഷം എന്ന് പറയുന്നത് വി ടേക്ക് ഈച്ച് അതർ ഫോർ ഗ്രാൻറ്റഡ്. അവനല്ലേ ചെയ്തോളൂ, അല്ലെങ്കിൽ ഇയാളല്ല, അയാൾക്കത് മതി എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനം അതവിടെ ഉണ്ടാവും. അതതിൻ്റെ ഒരു ദോഷം. ഇതിപ്പോൾ ഗുണങ്ങളും ദോഷങ്ങളും ഒരുപാടുണ്ട്. പെട്ടെന്ന് താൻ ചോദിച്ചപ്പോൾ അത് വരുന്നില്ല. അത് ബേസിക്കലി മോർ ദാൻ ദ ബ്രദർഹുഡ്, ഐ ലൈക്ക് ടു കീപ് ഇറ്റ് ലൈക്ക് വെൻ യു വർക്ക് വിത്ത് എ ഫ്രണ്ട്. വാട്ട് ഈസ് യുവർ അഡ്വാൻറ്റേജസ് ആൻഡ് വാട്ട് ആർ യുവർ ഡിസഡ്വാൻറ്റേജസ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഞാൻ അങ്ങനെ ഇപ്പോൾ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവനെ ഇങ്ങനെ തൊട്ടടുത്ത് വിളിച്ചിരുത്തി അങ്ങനെ ഒന്നും ചെയ്തു കൊടുക്കുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഒന്നും ഞങ്ങൾ തമ്മിൽ ഇല്ല. ഡെയിലി വിളിക്കുന്നുണ്ടോ? ഇല്ല. നീ നിന്റെ ചേട്ടനും പോലുള്ള റിലേഷൻഷിപ്പ് തന്നെയാടാ. ക്രിയേറ്റീവ് കോൺഫ്ലിക്റ്റ് അപ്പോൾ ഏത് വിധത്തിലുണ്ടാവും? ക്രിയേറ്റീവ് കോൺഫ്ലിക്ട്സ് ഒരുവിധപ്പെട്ട എല്ലാ ദിവസവും ഉണ്ടാവും. അപ്പോൾ ഈ ഇന്റർവ്യൂ പുറത്ത് പോയാലും കുഴപ്പമില്ലാത്തൊരു ക്രിയേറ്റീവ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു തരും. നമ്മൾ തല്ലുമാല ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ പാട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പാട്ടിന് വേണ്ടി ആക്ഷൻ കൊറിയോഗ്രാഫറാണ് വന്നേക്കുന്നത്, അല്ലാതെ ഡാൻസ് കൊറിയോഗ്രാഫർ അല്ല പാട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. നമ്മൾ ആക്ഷനാണ് പാട്ടായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 500 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ ഷോട്ട്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈവനിങ് ആയി, ലൈറ്റ് പോകുന്നു. റഹ്മാൻ്റെ ബ്രീഫിങ് തീർന്നിട്ടില്ല. അവിടെ ഞങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. അപ്പോൾ എനിക്ക് ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോലും ഇത് ആകുന്നില്ല. അതെനിക്ക് ദേഷ്യം വരാൻ കാരണം എന്ന് പറയുന്നത്, ബൈ ദിസ് ടൈം അവൻ അനുരാഗക്കരിക്കും വെള്ളത്തിൽ തുടങ്ങി ഇപ്പോൾ തല്ലുമാല അവൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സമയം കൊണ്ട് ഒരു സിനിമയുടെ ടെക്നിക്കൽ ആസ്പെക്ട്സ്, ക്യാമറയുടെ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒരു പരിധിവരെ അവനറിയാം. ഐ മെയ്ഡ് ഷുവർ ഹി നോസ് ഇറ്റ്. അത് എനിക്ക് പേഴ്സണലി നിർബന്ധമായിരുന്നു. അത് നീ അറിഞ്ഞിരിക്കണം. അതിപ്പോൾ എനിക്ക് വേണ്ടിയിട്ടല്ല. ഇപ്പം ഇന്ന ഒരു പെർട്ടിക്കുലർ ലെൻസ് അത് ഇത്ര ഫീറ്റ് ഡിസ്റ്റൻസിൽ ഇട്ടിട്ട് ക്യാമറയിൽ വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ എന്തോരം ഏരിയ കവറപ്പ് ആവും എന്നുള്ളത് നീ മനസ്സിലാക്കിയിരിക്കണം. എപ്പോൾ ഉറക്കത്തിൽ നിന്ന് വിളിച്ചാൽ പോലും വിളിച്ചു ചോദിച്ചാൽ പോലും നീ അത് പറയാൻ നീ അറിഞ്ഞിരിക്കണം എന്നുള്ള നിർബന്ധം എനിക്ക് പേഴ്സണലി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ അവന് ഇൻറ്ററാക്ട് ചെയ്യിക്കാറുണ്ട്. ക്യാമറയിലാണെന്നുണ്ടെങ്കിലും എല്ലാം അവന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അവനും ഇഷ്ടമാണ്. അവൻ ഫിൽറ്റേഴ്സിനെ കുറിച്ചും ഇടയ്ക്ക് ഷോർട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കൊടുക്കും. ഷൈജിക്ക് കൊടുക്കും. അവന് ഷോർട്ടൊക്കെ മഞ്ഞുമല്ലൊക്കെ അവന് ഷോർട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കൊടുക്കും. ഈസ് നോട്ട് ഗുഡ് വിത്ത് ഇറ്റ്. ടോട്ടൽ ഫെയിലിയറാണ് പുള്ളി ആ കേസിലൊക്കെ. അപ്പോൾ ഇവനിത് അറിയാം. അപ്പോൾ ഈവനിങ് ആയി, നമ്മൾ 500 ഫ്രെയിംസിലൊക്കെ നമ്മളൊരു ഷോട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു പമ്പ് ദാറ്റ് മച്ച് ഓഫ് ലൈറ്റ്. അത്രയും എക്സ്പോഷർ നമുക്ക് അതിൽ വേണം. അപ്പം അതും അയാൾക്ക് അറിയാമല്ലോ. ഇത് അയാളുടെ ഷോട്ട് വൃത്തിയായിട്ട് എടുക്കണമല്ലോ. അത് ഒരു ടൈം അനുസരിച്ച് നമ്മൾ ഔട്ട്ഡോർ ആണ് അത് എടുക്കണ്ടേ. ഇത് രാത്രി ആവാൻ പോവുകയാണ്. 500 ഷോട്ട്സിൽ ഫ്രെയിം പെർ സെക്കൻഡിൽ ഷോട്ട് എടുക്കണമെങ്കിൽ ഇത്രയും ലൈറ്റ് വേണം. ഇതിപ്പോൾ ഈവനിങ് ആവാറായി, ചിലപ്പോൾ പതിയാതെ വരും, ഗ്രെയിൻസ് വരും എന്നുള്ള കാര്യം എന്നെ പോലെ തന്നെ ഈക്വലി അവനും അറിയാം. എന്നിട്ടും പുള്ളി അത് ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കുക. പുള്ളി ഫോർ അവൻ്റേതായ റീസൺസ്. ഈസ് ഓൾസോ ലൈക്ക് ക്രാഫ്റ്റിംഗ് ഹിസ് വർക്ക്. അവിടെ അവനും സമയം വേണം. അപ്പോൾ
അങ്ങനെ അന്ന് ഈവനിങ് ഞങ്ങൾ തമ്മിലൊരു ഒച്ച സെറ്റിലുണ്ടായിട്ട് പുള്ളി ബാക്കപ്പ് ചെയ്ത് പാക്കപ്പ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ഒറ്റ പോക്കാട് പോയതാണ്. അത് ദാറ്റ് വാസ് എ പ്രിറ്റി ബിഗ് ക്രിയേറ്റീവ് കോൺഫ്ലിക്റ്റ്. പക്ഷെ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് തിങ് അതുകൂടെ ഞാൻ പറഞ്ഞുതരാം. ദ നെക്സ്റ്റ് ഡേ ഞങ്ങൾ സെറ്റിൽ വന്നിട്ട് വി ബിഹേവ് ലൈക്ക് നത്തിങ് ഹാപ്പൻഡ്. അപ്പോൾ അതായത് എനിക്ക് പേഴ്സണലി അതിനെക്കുറിച്ച് അവനോട് സംസാരിക്കാനോ അല്ലെങ്കിൽ അതിനൊരു അവിടെ ഒരു എക്സ്പ്ലനേഷൻ നൽകി കൊടുക്കാനോ അല്ലെങ്കിൽ അവൻ എനിക്കൊരു എക്സ്പ്ലനേഷൻ തരാനോ ഒന്നും ഞാനതൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ജോ ഹോ ഗയാ സോ ഹോ ഗയാ ചലോ കാം കറേ എന്നുള്ള മൂഡിൽ ഞാൻ. ഹി ഓൾസോ വാസ് ഇൻ ദ സെയിം വേവ് ലെങ്ത്. അവിടെയൊക്കെ അതൊക്കെയാണ് ഞാൻ പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന കാര്യം. ഞാൻ ഇവരുടെ അടുത്ത് പറയാന്ന് പറഞ്ഞാൽ എനിക്ക് ആ കൂടെ 4-5 പേരെ കൂടെ നിർത്താൻ പറ്റുള്ളൂ. ഒന്നാമത് കാര്യം ചെയ്യുന്ന പടങ്ങൾ മലയാളത്തിലാണ്, ചെറിയ പടങ്ങളാണ്. അപ്പോൾ ഇവിടെ എനിക്ക് 10-12 അസിസ്റ്റൻസിന് നിർത്തിയിട്ട് കാര്യമില്ല. ഈ ഇൻഡസ്ട്രിയിലെ ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ ആക്ടേഴ്സും നമ്മുടെ സിനിമയെ നോക്കിക്കാണുന്ന പോലെയല്ല. എസ്പെഷ്യലി ഇൻ ഹൈദരാബാദ് ആൻഡ് ഓൾ അവർ ഇൻഡസ്ട്രിയെ നോക്കി കാണുന്നത്. ഇറ്റ്സ് ഓൾ നമ്പേഴ്സ് ഫോർ ദം. എന്തോ ചെയ്യണമെന്ന് തൻ്റെ മനസ്സിലുണ്ട്, അതിനെങ്ങനെയോ ട്രീറ്റ് ചെയ്യണം, നന്നാക്കണം. ഇതെങ്ങനെ നന്നാക്കും? പുള്ളി പറയണത് റോബോട്ടിക് ആം കൊണ്ടുവന്നാൽ നന്നാവും എന്നാ പറയണേ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.